സൗഹൃദം, പ്രണയം, വിവാഹം, കുട്ടികൾ. കാലമോ തലമുറയോ മാറി വന്നാലും ജീവിതത്തിലെ ഈ സമവാക്യത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിക്കാറില്ല. അങ്ങനെ ആവർത്തിക്കപ്പെടുന്ന ഈ ടെംപ്ലേറ്റിൽ നിന്നുകൊണ്ട് കഥ പറയുന്ന സിനിമയാണ് അരുൺ ബോസ് സംവിധാനം ചെയ്ത മാരവില്ലൻ ഗോപുരങ്ങൾ. പ്രേമവും സൗഹൃദവുമെല്ലാം വിവാഹത്തോടെ ഇല്ലാതാകുമെന്ന് ക്ലീശേ സങ്കല്പത്തെ പൊളിച്ചെഴുതുകയാണ് സിനിമ. ഇതിലെ കഥാപാത്രങ്ങൾക്ക് പ്രേമവുമുണ്ട്, സൗഹൃദവുമുണ്ട്. അപ്പോൾ പിന്നെ കോൺഫ്ലിക്റ്റ് എന്താണ്? അതാണ് ഇന്ദ്രജിത്ത് സുകുമാരൻ, ശ്രുതി രാമചന്ദ്രൻ, സർജിയാനോ ഖാലിദ്, ബിൻസി അലോഷ്യസ് എന്നിവർ ഒന്നിച്ചെത്തിയ മാരവില്ലൻ ഗോപുരത്തെ പ്രമേയപരമായി വേറിട്ടു നിർത്തുന്നത്. പരസ്പരം ഇഴചേർന്നിരിക്കുന്ന 4 വ്യക്തികൾ. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അവർ ഒരുമിച്ചൊരു ഫ്ലാറ്റിൽ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങുന്നു. ആ കൂട്ടുജീവിതത്തിലൂടെ അവർ ആർജിച്ചെടുക്കുന്ന ജീവിത പാഠങ്ങളാണ് സിനിമ. ഇന്ദ്രജിത്ത് അവതരിപ്പിക്കുന്ന ഷിൻഡോ ഒരു തിരക്കഥാകൃത്താണ്. സിനിമാ മോഹവുമായി നടക്കുന്ന ഷിൻഡോയുടെ ഭാര്യയാണ് ശ്രുതി രാമചന്ദ്രൻ അവതരിപ്പിക്കുന്ന ഷെറിൻ. ഷിൻഡോയുടെ അനുജനാണ് സർജിയാനോ ഖാലിദ് അവതരിപ്പിക്കുന്ന റോണി. ബിൻസിയുടെ മീനാക്ഷിയാണ് റോണിയുടെ കാമുകി. ഈ 4 കഥാപാത്രങ്ങളുടെ ഒറ്റയ്ക്കും ഒരുമിച്ചുമുള്ള യാത്രകളിലൂടെയാണ് സിനിമ പുരോഗമിക്കുന്നത്. വിവാഹം കഴിഞ്ഞാൽ കൈകെട്ടി, കുട്ടികളായാൽ കാലും കെട്ടിയെന്ന പൊതുബോധ നിർമ്മിതിയുടെ പല കാഴ്ചപ്പാടുകളിലൂടെയാണ് സിനിമയിലെ കഥാപാത്രങ്ങൾ യാത്ര ചെയ്യുന്നത്. പറയുമ്പോൾ ഏറെ ക്ഷമയും സമയവും ആരോഗ്യവും നിക്ഷേപിക്കേണ്ട ഉത്തരവാദിത്തമാണ് മാതാപിതാക്കളാവുക എന്നത്. അത്ര സുഖകരമല്ലാത്ത ആ യാത്രയെ ഒരല്പമെങ്കിലും ലഘൂകരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ സ്നേഹമാണ്. ആ സ്നേഹ കാഴ്ചകളുണ്ട് മാരവില്ലൻ ഗോപുരത്തിൽ. അതിനൊപ്പം ഓരോ കഥാപാത്രവും അതിജീവിക്കുന്ന തികച്ചും വ്യക്തിപരമായ ചില ഭയങ്ങളെയും സിനിമ സമാന്തരമായി അഭിസംബോധന ചെയ്യുന്നു. ആദ്യ പകുതിയേക്കാൾ പ്രേക്ഷകർക്ക് വൈകാരിക അടുപ്പം തോന്നുന്നത് 2ാം പകുതിയാണ്. ഇന്ദ്രജിത്ത് സുകുമാരൻ, ശ്രുതി രാമചന്ദ്രൻ, സർജിയാനോ ഖാലിദ്, ബിൻസി അലോഷ്യസ് എന്നിവർ അവരവരുടെ സ്ഥിരം പാറ്റേണിലുള്ള പ്രകടനം തന്നെയാണ് ഈ ചിത്രത്തിലും ആവർത്തിക്കുന്നത്. വസിഷ്ഠ് ഉമേഷ്, ജോണി ആന്റണി, സലീം കുമാർ, വിഷ്ണു ഗോവിന്ദ്, ബിന്ദു പണിക്കർ, സായി കുമാർ എന്നിവരും ചില പ്രധാന കഥാപാത്രങ്ങളെ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. കേന്ദ്ര കഥാപാത്രങ്ങളുമായുള്ള ഇവരുടെ കോമ്പിനേഷനുകൾ രസകരമായിരുന്നു. ലൂക്ക, മിണ്ടിയും പറഞ്ഞും എന്നീ ചിത്രങ്ങൾക്ക് ശേഷം അരുൺ ബോസ് സംവിധാനം ചെയ്ത ചിത്രം പ്രമേയം കൊണ്ടും കാലികമാണ്. ആനിമേഷന്റെയും VFXന്റെയും സാധ്യതകൾ കഥപറച്ചിലിൽ ഉപയോഗപ്പെടുത്തിയത് ആസ്വാദകരമായി അനുഭവപ്പെട്ടു. ചിരിക്കുകയും കണ്ണു നിറയുകയും ഇമോഷണലി കണക്ട് ആവുകയും ചെയ്യുന്ന നിരവധി നിമിഷങ്ങൾ സിനിമയിലുണ്ട്. വിദ്യാസാഗറിന്റെ പാട്ടുകളും സംഗീതവും സിനിമയിൽ മറ്റൊരു പ്രത്യേകതയാണ്. സംവിധായകൻ അരുൺ ബോസും ഷൈജൽ PVയും ചേർന്നാണ് ചിത്രത്തിന്റെ എഡിറ്റ് നിർവഹിച്ചിരിക്കുന്നത്. ശ്യാമപ്രകാശ് എംഎസിന്റെ പ്രകാശം പരത്തുന്ന ഫ്രെയിമുകളും ചിത്രത്തിന്റെ മൂഡിന് യോജിച്ചതായി. പ്രമോദ് മോഹന്റേതാണ് തിരക്കഥ. കോക്കേഴ്സ് എന്റർടൈൻമെന്റ്സ് ആണ് സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ വലിയ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ കാണാൻ കഴിയുന്ന ഫീൽ ഗുഡ് സിനിമയാണ് മാരവില്ലൻ ഗോപുരങ്ങൾ.